ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന പുതിയ മഹീന്ദ്രയുടെ XUV 700 ഫേസ് ലിഫ്റ്റിനെ പറ്റിയാണ്. ഇതിന് മുന്നേ ഞാനിതിൻ്റെ സ്പൈ ഷോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോസിലും ഇതുവരെ കിട്ടിയിട്ടില്ല, ഓർ വേറെ സ്പൈ ഷോട്ട്സിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ കുറച്ച് പോർഷൻസും മെയിനായിട്ട് ഇൻറ്റീരിയർ മൊത്തത്തിൽ ഏകദേശം ലീക്കായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആദ്യം ജസ്റ്റ് എക്സ്റ്റീരിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എക്സ്റ്റീരിയർ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഇമേജാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞവർ നമ്മുടെ ബമ്പറിലായാലും അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനിലായാലും ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബമ്പർ പിന്നെ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം ചെറുതായിട്ട് വരുത്തണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രമേ എനിക്ക് കണ്ടിട്ട് തോന്നുന്നുള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ അടുത്ത വ്യത്യാസം വരാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു സി ഷേപ്പ് ലൈറ്റിംഗ് പോലത്തെ സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. DRLs ഒക്കെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ടോപ്പിൽ നിന്ന് വന്ന് ഇങ്ങനെ താഴത്തേക്ക് വരില്ല. XUV 700 ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആംഗിളിൽ കുറച്ച് വ്യത്യാസം വന്നവരുണ്ട്. നേരത്തെ അത് ഇത്തിരി കൂടെ താഴത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ തോന്നുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടെ ആ ആംഗിൾ കുറഞ്ഞിട്ട് അത് ഇത്തിരി അടുത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ഡിസൈൻ എലമെൻസിലാണെങ്കിൽ പോലും നല്ല വ്യത്യാസമുണ്ട്. സോ മൊത്തത്തിൽ ഹെഡ്ലൈറ്റ്സ് അവർ റീഡിസൈൻ ചെയ്യാൻ പോവാണ് എന്ന് തന്നെ പറയാം. ഇത് XUV 9 പോലത്തെ ഡിസൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിതിപ്പോൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം XUV 9 ഇങ്ങനത്തെ ഡിസൈൻ അല്ല. അതിൻ്റെ അകത്ത് DRLs നേരെ ഡയറക്റ്റ് താഴത്തോട്ട് ഒരു L ഷേപ്പ് പോലെ വരികയാണല്ലോ. ഇത് പക്ഷേ അത്ര ഒന്നും പോകുന്നില്ല. ഹെഡ്ലൈറ്റിനെ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ജസ്റ്റ് ഒരു കർവ് ഇട്ടിട്ട് അവരവിടെ തന്നെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡിസൈനാണ്. EV പോലെ ആക്കാൻ വേണ്ടി അവർ ഇത് നോക്കിയിട്ടില്ല. ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ സിമിലർ ആയിരിക്കും. ഇനി പിന്നെ വേറെ വ്യത്യാസം വരാൻ പോകുന്നൊരു സംഭവം ഇതിൻ്റെ അലോയ് വീൽസ് ആണ്. അതിപ്പോൾ അവർ ക്യാമഫ്ലാജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിസൈൻ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും കവർ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതും ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാം. എക്സ്റ്റീരിയറിൽ നമുക്ക് ഇത്ര പറയാനുള്ളൂ. അദ്ദേഹം പറഞ്ഞു വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇവിടെയാണ് മെയിൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ 3 സ്ക്രീൻസിൻ്റെ ലേഔട്ട് ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവായിരിക്കും. നമ്മൾ XUV 9 കണ്ട സെയിം സംഭവം തന്നെയാണ്. അത് നമ്മുടെ 700 ഫേസ് ലിഫ്റ്റിലും അവർ തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോഴും കറക്റ്റ് കാണാം. നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീനിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ ഉണ്ട്, അതുപോലെ സെൻറ്ററിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു പാസഞ്ചർ ഡിസ്പ്ലേ സ്ക്രീൻ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് XUV 9 10.5 ഇഞ്ചൊക്കെ വെച്ചായിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു സൈസ് ഇത്തിരി കൂട്ടുമായിരിക്കും. 12.3 മേ ബി ആക്കാം, അത് നമുക്ക് നോക്കാം. പക്ഷേ UI ഒക്കെ എന്തായാലും മാറും. മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളിൽ വരുന്ന UI ആയിരിക്കേണ്ടതാണ് ഇതിനകത്ത്. കാരണം അവർ പുതിയ ഒരു UI അടുത്ത് നമ്മുടെ ഓഗസ്റ്റ് 15 ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ വണ്ടിയുടെ ലോഞ്ച് ആകുമ്പോഴേക്കും ആ UI ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായേനെ. ഏതായാലും 3 സ്ക്രീൻസ് ഇപ്പോൾ ഈ വാഹനം ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഹാരിയറിനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, സഫാരിക്കില്ല. ഇനി വേറൊരു വ്യത്യാസം വരുന്നതിൻ്റെ സ്റ്റിയറിംഗ് വീലിലാണ്. നമ്മൾ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഈ സ്റ്റിയറിംഗ് വീൽ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത്. പക്ഷേ അതെന്തായാലും 700 നോർമൽ ഫേസ് ലിഫ്റ്റിലേക്കും കൂടെ അവരിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട ആ സെയിം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് പെട്രോൾ ഓർ ഡീസൽ, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ മോഡലായതുകൊണ്ട് 3 സ്പോക്ക് ആക്കോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഇലക്ട്രിക്കിനകത്ത് അവർ കാണിച്ച അതേ സ്റ്റിയറിംഗ് വീൽ വിത്ത് ഇലുമിനേറ്റഡ് ലോഗോ, അതുപോലെ നമ്മുടെ കൺട്രോൾസ് ഒക്കെ ടച്ച് പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ ആ സെയിം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രീമിയം സ്റ്റിയറിംഗ് വീലാണ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി. മറ്റതിനകത്ത് ഇപ്പോൾ 700, Thar ROXX, Scorpio എല്ലാത്തിലും അവർ പുതിയൊരു സ്റ്റിയറിംഗ് ആക്കിയായിരുന്നു. അതാണ് എല്ലാത്തിലും യൂണിവേഴ്സലായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന പുതിയ വാഹനങ്ങളിലപ്പോൾ ഈ സ്റ്റിയറിംഗ് ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് EV ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ളതിനൊക്കെ ഉപരി നമുക്കിപ്പം എന്തായാലും ഈ ഒരു ഫോട്ടോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ നമ്മുടെ വൈപ്പർ കൺട്രോൾ അതിൻ്റെയൊക്കെ സ്റ്റോക്സിലും ചെറിയ വ്യത്യാസം വന്നായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മുടെ സൈഡിലത്തെ ആ കൺട്രോൾ ലിവറിലൊക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഇത്തിരി ഇമ്പ്രൂവ് ചെയ്ത് കാണുമായിരിക്കും. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ക്രോം ടിപ്പ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വ്യത്യാസം വരുന്ന ഈ വാഹനത്തിൻ്റെ IRVMലാണ്, ഇൻസൈഡ് റിയർ വ്യൂ മിററിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അകത്ത് ഓട്ടോ ഡിമ്മിങ് ഇല്ലായിരുന്നു. സാധാരണ മാനുവൽ ഡേ നൈറ്റ് IRVM ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവർ അപ്ഡേറ്റിൽ അത് ആഡ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ ഈ വണ്ടിക്കകത്ത് വന്നിട്ടില്ല. Scorpio അവർ അപ്ഡേറ്റിൽ കൊടുത്തായിരുന്നു ഓട്ടോ ഡിമ്മിങ് IRVM. പക്ഷേ ഈ വണ്ടിക്ക് എന്തായാലും ഇപ്പം നല്ലൊരു ഫ്രെയിംലെസ് ആയിട്ടുള്ള IRVM ഓട്ടോ ഡിമ്മിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഹാരിയർ EVയിൽ ബാക്കിലൊരു ചെറിയ ക്യാമറയൊക്കെ ഉണ്ടല്ലോ ഡിസ്പ്ലേ ആയിട്ട്. ചിലപ്പോൾ ഈ വണ്ടിയിൽ അത് ഹാരിയർ EVയിൽ ഉള്ളത് കൊണ്ട് അവർ കൊടുക്കുമായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ പുതിയ ഫീച്ചേഴ്സ് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റോവറിലാണത് ഉണ്ടായിരുന്നത്. സോ ടാറ്റയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, മഹീന്ദ്രയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയില്ല. അതെന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും IRVMസിൻ്റെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്, ഫ്രെയിംലെസ് ആയിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷനൊക്കെ.
ഇനി അടുത്തൊരു ചേഞ്ച് വരാൻ പോകുന്നത് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ സ്പീക്കർ ഗ്രില്ലിൻ്റെ അകത്ത് ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ടാവായിരിക്കും. ഹാർമൻ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഹാർമൻ കാർഡിന് ഓഡിയോ സിസ്റ്റമാണ് അവർ XCV9 കൊടുത്തത്. V6ലും സെയിം രണ്ടിലും ഒരു 16 സ്പീക്കർ 1400 വോട്ടേജ് കപ്പാസിറ്റിയുള്ള ഒരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു കൊടുത്തിരുന്നത്. സോ ഈ വണ്ടിക്കകത്തും സിമിലർ ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇതിന് മുന്നേ അവർ സോണിയുടെ ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിരുന്നത്, ഓർ സ്പീക്കേഴ്സാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് ഹാർമൻ കാർഡിന് ആക്കിയിരിക്കുന്നത്. ആക്ച്വലി നല്ല കാര്യമാണ് തോന്നുന്നു. കാരണം സോണിയുടെ സ്പീക്കർ ആണെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന ടാറ്റയുടെ വണ്ടികളുടെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ XCV9 വന്നപ്പോഴേക്കും ഏകദേശം രണ്ടും ഓൺ പാറായി, ടാറ്റയുടെയും അതുപോലെ മഹീന്ദ്രയുടെ സ്പീക്കർ ക്വാളിറ്റി ഒക്കെ. സോ എന്തായാലും അത് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ സ്പീക്കേഴ്സ് 16 സ്പീക്കേഴ്സ് ആണല്ലോ XCV9 വരുന്നത്, അത് തന്നെ ഇതിൻ്റെ അകത്തും വരുമായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ ലീക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്, ഓർ ലീക്ഡ് ഇമേജസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വണ്ടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ പറയാം. ഇതിന് ലോഞ്ച് ഡേറ്റ് ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല, പക്ഷേ മിക്കവാറും ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും വരേണ്ടതാണ്. 700 ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ സത്യം പറഞ്ഞ പെൻഡിങ് ആണ്. കാരണം 2021 വണ്ടി ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഈ വാഹനത്തിന് അങ്ങനെ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും മാർക്കറ്റിൽ അത്യാവശ്യം കറണ്ട് ആണ്, ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 6500 മുതൽ 7500 ഇടയിലൊക്കെ സെയിൽ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അത്രയൊന്നും സെയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈറിയറിന് പോലും കിട്ടുന്നില്ല, ഓർ ഈവൻ സഫാരിക്കാണെങ്കിൽ പോലും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും 3000 to 4000 ഇടയിൽ സെയിൽ ആവുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഡബിളാണ് ഈ ഒറ്റ വണ്ടി അവർ വിൽക്കുന്നത്. സ്കോർപ്പിയോൻ്റെ കേസ് പിന്നെ പറയണ്ട, അത് 15,000-അടുത്തൊക്കെയാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. സ്കോർപ്പിയോ സീരീസ് ക്ലാസിക്കും എന്നും കൂടെ കമ്പൈൻ ചെയ്ത്. എന്തായാലും ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും മൊത്തത്തിലുള്ള ഡിമാൻഡ് ഇതിനിപ്പോൾ 7000 ആണെങ്കിൽ വീണ്ടും ഒരു 9000 റേഞ്ചിലേക്ക് കയറും എന്ന് നമുക്ക് പറയാം. ഇടയ്ക്കൊരു കാലത്ത് ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 9000 ആയിരുന്നു, അത്രയും ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്ത്. അത് പിന്നെ അവർ കുറച്ചാണ്. ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി വീണ്ടും കൂട്ടുമായിരിക്കും. ഇനി മെക്കാനിക്കൽ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇതുവരെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആണ്, അല്ലാതെ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് വരുന്ന ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ പവർ ട്രെയിൻ ഓപ്ഷൻസിൽ അവർ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിൻസ് ആണ് ഇരിക്കുന്നത്. ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്, എംഹോക്ക് ഡീസലാണ്. 185 bhp ജനറേറ്റ് ചെയ്യുന്നുണ്ട് പവർ. അതുപോലെ 450 Nm ടോർക്ക് വരുന്നുണ്ട്, നല്ല എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്കൊരു പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ്. 200 bhp പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയും പെട്രോളിൽ എടുക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഓർ ഈവൻ ഡീസലാണെങ്കിൽ പോലും 185 bhp വരുന്ന വേറെ വണ്ടിയൊന്നുമില്ല, 170 ആണ് ബാക്കി നമ്മുടെ 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം വരുന്നത്. അതിപ്പോൾ യൂണിവേഴ്സൽ എഞ്ചിനാണല്ലോ. ആ സെഗ്മെൻറ്റിലെ എല്ലാവരുടെയും നാഷണൽ എഞ്ചിൻ ഇപ്പോൾ ഫിയറ്റിൻ്റെ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഫിയറ്റ് ഓർ ജീപ്പിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ മേക്കർ ഫിയറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഈ വണ്ടിക്ക് തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ചോയ്സിനാണെങ്കിൽ ഒരു കുറവുമില്ല. നമുക്ക് 2 എഞ്ചിൻ എടുത്താലും എല്ലാത്തിലും 6 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, 6 സ്പീഡ് മാനുവൽ ആയിക്കോട്ടെ, എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിലും വണ്ടി അവൈലബിൾ ആണ്. പിന്നെ ആവശ്യത്തിൻ്റെ വേരിയൻസ് ഉണ്ട്. വേരിയൻസിൻ്റെ ലൈനപ്പിലൊക്കെ ചെറിയ കുറച്ച് ഷിഫ്റ്റൊക്കെ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.